ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി തോട്ടത്തമ്മയാലിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന, അതായത് ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നടന്ന ഒരു PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് സെക്ഷനാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിൻ്റെ. അത് 2020, അതായത് ജനുവരി ഫസ്റ്റ് വീക്കിൽ നടന്നൊരു എക്സാം ആയിരുന്നു. ആ എക്സാമിൽ 2019, അതായത് കഴിഞ്ഞ വർഷം അവസാനം നടന്ന VO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ PSC പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇനി അത് മുമ്പോട്ടേക്കും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഇവിടെ നെഗറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. യൂഷ്വലി ക്വസ്റ്റ്യൻ ടാഗുകളിൽ നമ്മൾ എന്താ ഉപയോഗിക്കാറ്? ഓക്സിലറി വെർബ് ഉപയോഗിക്കാറ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ഓക്സിലറി വെർബ്, അതിന് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഫോം പ്ലസ് അതിന്റെ പ്രോനൗൺ. സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് വരിക. സബ്ജക്റ്റ് ഏതാണോ അതിന്റെ പ്രോനൗൺ ആണ് വരിക. സോ അതനുസരിച്ച് ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്തത് കേസിൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് പിരിക്കും, ഉള്ള സാധനത്തിനെ അങ്ങോട്ട് മുറിക്കും. ഉള്ള വെർബിനെ നമുക്ക് പിരിക്കുമ്പം നമുക്ക് ഡസ്സും ഡാൻസും ഒക്കെ കിട്ടും. എന്തുകൊണ്ടാണ് ഡസ് വരുന്നത്? ഇവിടെ എസ്സിൽ അവസാനിക്കുന്നതുകൊണ്ട് ഇവിടെ ഡസ്സാ വരുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓക്സിലറി വെർബ് ഡസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഡാൻസ് എന്താണ്? മെയിൻ വെർബാണ്. സോ നമ്മുടെ ഓക്സിലറി വെർബ് കിട്ടി, ഡസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞേ? നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. സോ ഡസിൻറ്റ് എന്ന് വരണം. ഇവിടെ പ്രോനൗൺ എന്താ? ഷീ എന്നുള്ളതിന്റെ പ്രോനൗൺ ഷീ തന്നെയാണ്. സോ ഡസിൻ ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതെന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് നോക്കാം. യെസ്, ആൻസർ കീയിലും അത് തന്നെയാണ് ആൻസർ വന്നിട്ടുള്ളത്. അടുത്തത്, ദ വുമൻ യു സോ വിത്ത് മീ യെസ്റ്റർഡേ ഇസ് ഡാഷ് ആൻഡ് ഓഫ് മൈൻ. ഇവിടെ പറയുന്നത് ഇന്നലെ നീ എൻ്റെ കൂടെ കണ്ട ആ സ്ത്രീ എൻ്റെ ഒരു ആൻറ്റിയാണ്. എൻ്റെ ഒരു ആൻറ്റിയാണ്. ഈസ് ആൻ ആൻറ്റ് ഓഫ് മൈൻ എന്നാ വരുക. ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് വവൽസിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ആൺട്ടാണ്, അതുകൊണ്ട് നമ്മൾ ആൻ ആണ് ചേർക്കുക. AEIOUന്റെ കേസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് AEIOU, ഇതിന്റെ ഫ്രണ്ടിൽ ആൻ എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് മലയാളത്തിലോട്ട് എഴുതണം. AEIOU, ഇത്രയും അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ആൻ എന്ന രീതിയിലാക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആൺട്ടാണ്. സോ ആയിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ എന്ന് പറഞ്ഞ അക്ഷരം ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ആൻ. ഇവിടെ കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ വരും, വൺ നമ്മൾ യൂഷ്വലി ചെറുപ്പത്തിൽ പഠിച്ച രീതി നോക്കുവാണെങ്കിൽ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ ആൻ വരണം. പക്ഷെ അത് തെറ്റാണ്. മലയാളത്തിലോട്ട് എഴുതുമ്പോഴോ വായിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വായ എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ എ ആ വരണ്ടേ. അപ്പൊ കറക്റ്റ് എന്താണ്? വൺ ഐഡ് എന്നാ വരുക. ആൻ തെറ്റാണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ മലയാളത്തിലോട്ട് എഴുതാനും കൂടെ പഠിച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റാം സെഡ് ടു ഹിസ് ഫ്രണ്ട് വേർ ഇസ് ദ സിനിമ ഹാൾ. റാം അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു സിനിമ ഹാൾ എവിടെയാണ്. ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ചോദിക്കുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? അത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്ന് നോക്കണം. ഇത് വേർ ഇസ് ദ സിനിമ ഹാൾ എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? ക്വസ്റ്റ്യൻ ആണ്, അഥവാ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ അഥവാ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവിൽ തന്നെ ഏത് ടൈപ്പാണ്? വേർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതായത് WH ഉള്ള ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന്റെ പ്രത്യേകത, അതിനകത്തെ കൺജങ്ഷൻ, അതായത് ഈ സെന്റൻസുകൾ തമ്മിൽ റാം സെഡ് ടു ഹിസ് ഫ്രണ്ടും വേർ ഇസ് എ സിനിമ ഹാളും രണ്ടും രണ്ട് സെന്റൻസ് അല്ലേ? ഈ രണ്ട് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാ? കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ആ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ കൺജങ്ഷൻ എന്തായിരിക്കും? വേർ തന്നെയായിരിക്കും. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ?
ചോദ്യങ്ങളെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പം ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും വരണം. എന്ത് വരണം? ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും വരണം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് ഒരു സെന്റൻസിനെ എന്തിലോട്ട് മാറ്റുമ്പോൾ ഉള്ളത്? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഉള്ളത്. ഇത് എല്ലാ കേസിലും സെയിം അല്ല. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ വരണം. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ മീൻസ് വേറെ തന്നെയാണ് ആൻസറിനകത്തും ഉണ്ടാവണം. ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. സോ എല്ലാ ഓപ്ഷനിലും അത് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തത് എന്താണ്? അപ്പം ക്വസ്റ്റ്യൻ ആണ്, കൺജങ്ഷൻ കിട്ടി, ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും വരണം. ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബും വരണം. ഈ സെന്റൻസിലെ ചോദ്യം നോക്കാം. വേർ ഇസ് ദ സിനിമ ഹാൾ? സിനിമ ഹാൾ എവിടെയാണെന്നാ ചോദിക്കുന്നത്. സോ സിനിമ ഹാൾ എന്നുള്ളത് എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് വേണം ആദ്യം വരാൻ, അല്ലേ? സിനിമ ഹാളിനെ പറ്റിയല്ലേ പറയുന്നത്, അത് എവിടെയാണെന്ന് ചോദിക്കുന്നത്. സോ ഇവിടുത്തെ സബ്ജക്ട് സിനിമ ഹാൾ ആണ്, അതാണ് ആദ്യം വരണ്ടേ. ഇവിടെ സിനിമ ഹാൾ ആദ്യം വന്നിട്ടുണ്ട്, ഇവിടെയും ആദ്യം വന്നിട്ടുണ്ട്, ഇവിടെയും ആദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ വുഡ് എന്നുള്ള ഓക്സിലറി വെർബ് ആദ്യം വന്നേക്കണേ. സോ ഇത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ, ബി, സി ഇതിലേതെങ്കിലും വരണം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? ആദ്യം സബ്ജക്റ്റും പിന്നെ വെർബുമാണ്. ഇവിടെ എല്ലാം വെർബാ വന്നിട്ടുള്ളത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണ്? ഇവിടുത്തെ സെന്റൻസ് ഇത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിൽ ടെൻസിന് മാറ്റം വരും കേട്ടോ. ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിൽ ടെൻസ് മാറും. അപ്പൊ ഇവിടെ എന്താ ടെൻസ് കിടക്കുന്നത്? ഈസ് അല്ലേ? ഈസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്. അപ്പൊ ഈസ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള എന്തിലോട്ട് മാറും? വാസിലോട്ട് മാറും. ഏതാ വാസ്? ഇവിടെയല്ലേ? സോ ഇതാണ് ആൻസർ. ഈസാമാറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത് വരുന്നത്? വാസും വേറും വരുന്നത്. ഈസാമാറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസും വേറും. സോ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ. ഇതിനെ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലോട്ട് മാറ്റണം. പാസീവ് വോയിസിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും. പോയി നോക്കുക. പാസീവ് വോയിസ് ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ പാസീവ് വോയിസിന്റെ പോയി കാണാൻ മറക്കണ്ട കേട്ടോ. അത് കണ്ടാലേ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പാസീവ് വോയിസ് നമ്മൾ 3 സ്റ്റെപ്പിൽ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുന്നു, ഓക്സിലറി വെർബും B3യും ചേർക്കുന്നു, ബൈ ചേർക്കുന്നു. പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? ദ റിവർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ 3ലും എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ദ റിവർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോറി. ഇനി രണ്ടാമത്തെ എന്താ? ഓക്സിലറി വെർബും B3യും ചേർക്കണം. ഈ സെന്റൻസിൽ ഓൾറെഡി ഓക്സിലറി വെർബും B3യും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു, ഓൾറെഡി ഓക്സിലറി വെർബും ഓൾറെഡി B3യും ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തിനെ ആഡ് ചെയ്യും? ബീനിനെ ആഡ് ചെയ്യും. ഈ 2 ഓപ്ഷൻസിൽ മാത്രമേ ബീനുള്ളൂ. സോ ഇത് വരത്തില്ല. അപ്പൊ എങ്ങനെയായിരുന്നു? ഓൾറെഡി ഓക്സിലറി വെർബും ഓൾറെഡി B3 ഉള്ള കേസിൽ നമ്മൾ എക്സ്ട്രാ ബീനെ ആഡ് ചെയ്യും എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാണാത്തവർ എന്തായാലും പാസീവ് വോയിസിന്റെ ഫുൾ ക്ലാസ് പോയി കാണണം കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ ബീൻ വരണം അല്ലേ? സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇത് എന്തുകൊണ്ടാണ് വരാഞ്ഞ? ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് വരാഞ്ഞേ? ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി ഓക്സിലറി വെർബ് ഉണ്ട്, ക്വസ്റ്റ്യനകത്ത് ഹാഡ് ഉണ്ട്. പിന്നെ നമ്മൾ അത് എന്തിനാ മാറ്റണം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് ഓക്സിലറി വെർബ് ഉള്ള അപ്പോൾ അതന്നെ കൊടുത്താൽ മതി, മാറ്റേണ്ട കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ടായി തെറ്റിപ്പോയത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത്, ഇഫ് ഐ ഹാഡ് വൺ ദ ഗെയിം ഐ ഡാഷ് യു എ പാർട്ടി. ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര സിമ്പിൾ ആണ്. 3 റൂൾസേ ഉള്ളൂ. ഇഫിന്റെ കൂടെ V1 വരുമ്പം റിസൾട്ടിൽ വിൽ പ്ലസ് V1. അതായത് ഇഫ് ഉള്ള സെന്റൻസിൽ V1 വരുവാണെങ്കിൽ അതിന്റെ കൂടെയുള്ള രണ്ടാമത്തെ സെന്റൻസിൽ വില്ലും V1ഉം, ഇഫ് ഉള്ള സെന്റൻസിൽ V2 വരുവാണെങ്കിൽ അതിന്റെ കൂടെയുള്ള രണ്ടാമത്തെ സെന്റൻസിൽ വുഡും V1ഉം, ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വരുന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 വരും. സോ അതനുസരിച്ച് ഇവിടെ എന്താ വരുക? ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നു. റിസൾട്ടിൽ എന്ത് വരണം? അപ്പോൾ ഹാഡ് പ്ലസ് V3 അല്ലേ? ഇതിൽ ഏത് റൂളാ? ഈ റൂൾ അല്ലേ നോക്കണ്ടേ? അതനുസരിച്ച് എന്താ വരുക? രണ്ടാമത്തെ സെന്റൻസിൽ വുഡ് ഹാവ് പ്ലസ് V3. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 ഇതിൽ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
ഇപ്പം നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വന്നിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ആകണമായിരുന്നു? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ വില്ലും ഗിവ്, അതായത് ഈ ഓപ്ഷനാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇഫ് ഐ വിൻ ദി ഗെയിം ഐ വിൽ ഗിവ് യു എ പാർട്ടി. എങ്ങനെ വരും? ഇഫ് ഐ വിൻ ദി ഗെയിം ഐ വിൽ ഗിവ് യു എ പാർട്ടി എന്ന് വരും. വുഡും ഗിവും എപ്പോഴാണ് വരുക? അതായത് റിസൾട്ടിൽ വുഡും V1 വരണം. അത് എവിടെയാ? ഇവിടെയല്ലേ വരുന്നേ? സോ അതനുസരിച്ച് ഇവിടെ എന്ത് വരണം? ഇഫ് ഐ വിന്നിന്റെ പാസ്റ്റ് ടെൻസ് V2 എന്താ? 1 ആണ്. ഇഫ് ഐ വൺ ദി ഗെയിം ഐ വുഡ് ഗിവ് യു എ പാർട്ടി എന്ന് വന്നേനെ. അപ്പൊ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡാഷ് നെവർ ടു ഷിംല. ഐ ഡാഷ് നെവർ ടു ഷിംല. ഇവിടെ നമുക്ക് വാസ് വരാമോ? ഇല്ല. നമ്മളിത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഐയുടെ കൂടെ വാസ് വരാൻ സാധ്യതയുണ്ട്. ഐയുടെ കൂടെ ഹാസ് വരുവോ? ഇല്ല അല്ലേ? പരദൂഷണം പറച്ചിലും കോൺകോഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ സിംഗുലർ വെർബ്, സിംഗുലർ സബ്ജക്റ്റ്, അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഇല്ലേ? ആ റൂളൊക്കെ തെറ്റിപ്പോവാതെ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പരദൂഷണം പറച്ചിലും കോൺകോഡ് എന്നുള്ള വീഡിയോ കണ്ടാൽ മതി. അത് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, പോയി കാണണം കേട്ടോ. കോൺകോഡ് പിന്നെ നിങ്ങൾക്ക് തെറ്റത്തില്ല. അപ്പൊ ഐയുടെ കൂടെ ഹാവ് വരാം, ഐയുടെ കൂടെ വാസ് വരാം, ഐയുടെ കൂടെ ആം വരാം. ഓപ്ഷൻ ബി സി എന്തായാലും തെറ്റാ. കാരണം ഐയുടെ കൂടെ ഹാസ് ഒരിക്കലും വരില്ല. ഞാൻ എന്നെ പറ്റി ഒരിക്കലും പരദൂഷണം പറയില്ല ആ കേസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഓപ്ഷൻ സി അവിടെ വെട്ടിപ്പോയി. ഐ ഡാഷ് നെവർ ടു ഷിംല. ഇവിടെ ഹാവ് ആണ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ V3 വരണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈസ് ബി എന്ന് പറഞ്ഞൊരു വേർബ് ഉണ്ട്. ബി ആയിരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്ന വേർബാണ് ബി. ഇത് അതിൻ്റെ ബേസ് ഫോം ആണ്. അതായത് ഒരു വെർബിന് നമ്മൾ ആക്ച്വലി 3 ഫോം ഉണ്ടെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ബേസ് ഫോം ഉണ്ട്. ബേസ് ഫോം ആണ് ബി. അതിൻ്റെ V1 ആണ് ഈസ്, ആം, ആർ. അതിൻ്റെ V2 ആണ് വാസും വേറും. അതിൻ്റെ V3 ആണ് ബീൻ. ഇങ്ങനെയാണ് 3 ഫോംസ് വരുന്നത്. ആക്ച്വലി ബി മീൻസ് ആയിരിക്കുന്ന അവസ്ഥനെ കാണിക്കുന്ന വെർബാണ്. അതിൻ്റെ V1 ആണ് ഈസാമാർ, V2 ആണ് വാസും വേറും, V3 ആണ് ബീൻ. സോ നമുക്കറിയാം ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കും? ബീനിനെ ചേർക്കും. ഈസ്, ആം, ആറിൻ്റെയും വാസിൻ്റെയും വേറിൻ്റെയും കൂടെ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കും? ING ഫോം ഉപയോഗിക്കും. വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കും. സോ ഇവിടെ ഐ ഡാഷ് നെവർ ടു ഷിംല എന്നാണ് വരുന്നത്. സോ ഇവിടെ വാസിൻ്റെ കൂടെ എന്ത് വരണം? ING ഫോം വരണം. ഇവിടെ എന്താ കിടക്കുന്നത്? ബീൻ. ബീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞേ? V3 ആണ്. സോ ഇത് എന്തായാലും വരില്ല. മനസ്സിലായോ എന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ പറഞ്ഞു ഈസാമാറിൻ്റെയും വാസിൻ്റെയും കൂടെ വേറിൻ്റെയും കൂടെ എപ്പോഴും വെർബിൻ്റെ ING ഫോമേ വരുള്ളൂ. ഇവിടെ ബീൻ എന്നുള്ളത് എന്താണ്? V3 ആണ്. നോക്കിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, V3 ആണ്. സോ വാസിൻ്റെ കൂടെ ഒരിക്കലും V3 വരാൻ പറ്റില്ല. സോ ഇത് തെറ്റിപ്പോയി. വാസിൻ്റെ കൂടെ V3 വരുന്ന കേസ് ഉണ്ട്, പക്ഷെ അത് പാസീവ് വോയിസില. ഇപ്പം നമ്മൾ പറയുന്ന പാസീവ് വോയിസ് അല്ല, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ഐ ആം ബീങ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ആക്ച്വലി ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഞാൻ ഒരിക്കലും, ഐ നെവർ മീൻസ് ഞാൻ ഒരിക്കലും പോയിട്ടില്ല എന്നുള്ള മീനിങ് ആണ്. ഞാൻ ഒരിക്കലും ഷിംലയിൽ പോയിട്ടില്ല. ഞാൻ ഒരിക്കലും ഷിംലയിൽ പോയിട്ടില്ലെന്നാണ് പറയണേ. മാത്രമല്ല ഇവിടെ ഐ ഹാവ് നെവർ ബീൻ ടു ഷിംല എന്നാ വരുക. കാരണം ഞാൻ ഒരിക്കലും പോയിട്ടില്ല, കഴിഞ്ഞ കാര്യമാണ്. ആം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ള കാര്യം പറയാനാണ്. ഇവിടെ ഷിംല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടു ഷിംല എന്ന് പറയില്ല. ഐ വെന്റ് ടു ഷിംല എന്നേ പറയുള്ളൂ. ഇവിടെ നെവർ മീൻസ് ഒരിക്കലും പോയിട്ടില്ല എന്നുള്ള മീനിങ്ങാ. അതുകൊണ്ട് ഇവിടെ ഹാവേ വരുള്ളൂ. ആമിനൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. കാരണം ആം പ്രസന്റ് ടെൻസ് ആണ്, ഷിംലയിൽ പോയ കാര്യമാണ്, ഒരിക്കലും പോയിട്ടില്ലെന്ന മീനിങ് വരുന്നത്. അതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസിലേ വരുള്ളൂ. അതിലും ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ V3 വരണമെന്ന. V3 മീൻസ് ഇവിടെ ബീൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ട്വൈലൈറ്റ് ഇസ് ദ ഡാഷ് ബുക്ക് ഐ ഹാവ് എവർ റെഡ്. ഇവിടെ ട്വൈലൈറ്റ് ഇസ് ദ ഡാഷ് ബുക്ക് ഐ ഹാവ് എവർ റെഡ് എന്നാണ്. ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകം എന്നാണ് പറയുന്നത്. ഇവിടെ ഐ ഹാവ് എവർ റെഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളിൽ ഒരെണ്ണത്തിനെ പറ്റി പറയുക. ഇതുവരെ വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളിൽ ഒരെണ്ണത്തിനെ പറ്റി പറയാം. സോ കുറേ എണ്ണത്തിൽ ഒരെണ്ണത്തിനെ പറ്റി പറയുമ്പോൾ അതെന്താണ്?
അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ചേർത്താണ് വരിക. മോർ എന്നുള്ളത് കമ്പാരറ്റീവ് ഡിഗ്രി ആണ് വരിക. ലെസ് ഇൻട്രസ്റ്റിംഗ് വരത്തില്ല. സോ ഇവിടെ മോറും മോസ്റ്റും ആണ് ഉണ്ടാവുക. മോർ എന്ന് പറഞ്ഞാൽ കമ്പാരറ്റീവ് ഡിഗ്രി, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതുകൊണ്ട് ഇവിടെ സൂപ്പർലേറ്റീവ് വരിക. എന്തുകൊണ്ടാണ് സൂപ്പർലേറ്റീവ് വരുന്നത്? കുറെ പേരിൽ ഒരെണ്ണം പറയുവാണ്. മാത്രമല്ല വേറൊരു കാരണം കൂടിയുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ എപ്പോഴും എന്ത് വരണം? ദ ചേർത്ത് വരണം. കണ്ടോ? അപ്പൊ ഇവിടെ ദ ഉണ്ട്, അതുകൊണ്ട് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ അഡ്വേർബ് ഫ്രം ദ ഫോളോയിങ് സെന്റൻസ്. അഡ്വേർബ് കണ്ടുപിടിക്കാൻ പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സാങ്, ഈ സെന്റൻസിൽ നമുക്ക് വായിച്ചു നോക്കാം. ശ്രേയ സാങ് മെലഡിയസ്ലി അറ്റ് ദ ഫംഗ്ഷൻ. ശ്രേയ ഫംഗ്ഷനിൽ മെലഡിയസ്ലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടിയെന്നാ പറയണേ. അപ്പൊ ഇവിടുത്തെ പ്രവൃത്തി എന്താ? ശരിക്കും ശ്രേയ എന്താ ചെയ്തേ? പാടി. സോ പാടുക എന്നുള്ളത് ഇവിടുത്തെ വെർബാണ്. ശ്രേയ എന്നുള്ളത് എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ? പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. പ്രവൃത്തി എന്താണ്? സാങ്, പാടി എന്നുള്ളതാണ്. ശ്രേയ ആണ് പാടിയത്, സോ ശ്രേയ ആണ് സബ്ജക്റ്റ്. ഇനി അപ്പൊ സാങ് വരത്തില്ല, കാരണം സാങ് വെർബാണ്. ശ്രേയ എന്നുള്ളത് എന്താണ്? ഒരു സബ്ജക്റ്റ് ആണ്, സോ അതും വരത്തില്ല. ഇനി എവിടെയാ പാടിയത്? ഫംഗ്ഷനിലാ പാടിയത്. സോ ഫംഗ്ഷൻ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാ വരുക. എവിടെയാ പാടിയത്? ഫംഗ്ഷനിലാണ് വരുക. സോറി, ഫംഗ്ഷനിലാണ് പാടിയത്, സോ അവിടെ ഒബ്ജക്റ്റ് ആണ് വരുക. സോ ഇതും വരത്തില്ല. ഇനി മെലഡിയസ്ലി നമുക്ക് നോക്കാം എന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ. ഇവിടെ മെലഡിയസ്ലി എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയാ പറയുന്നത് നോക്കാം. ശ്രേയയെ പറ്റിയാണോ മെലഡിയസ്ലി എന്ന് പറയണത്? ശ്രേയ എന്ന് പറയുന്ന ആള് മെലഡിയസ് ആണെന്നാണോ പറയണേ? അല്ല, പാട്ട് പാടിയത് മെലഡിയസ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ നല്ല ഭംഗിയിലാണ് പാട്ട് പാടിയെന്ന് പറയണേ. മെലോഡിയസ്ലി പാട്ട് പാടിയെന്ന. സോ പാട്ട് പാടുന്നതിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? മെലഡിയസ്ലി എന്ന് വിശേഷിപ്പിക്കുന്നത്. പാട്ട് പാടുക എന്നുള്ളത് വെർബാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വെർബിനോട് ചേർക്കുന്നത് അല്ലെങ്കിൽ വെർബിനെ പൊലിപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ വെർബിനെ ആഡ് ചെയ്യുന്നത് ഈസ് ആഡ്വേർബ്. വെർബിനോട് ആഡ് ചെയ്യുന്നത് അഡ്വേർബ് ആണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. മെലഡിയസ്ലി എന്തിനെ പറ്റിയാ പറയണത്? ശ്രേയയെ പറ്റിയാണോ പറയുന്നത്? അല്ല. ശ്രേയ എങ്ങനെയാണ്? മെലഡിയസ് ആണെന്നാണ് പറയുന്നത്? അല്ല, അവളുടെ പാട്ടാണ് അല്ലെങ്കിൽ അവൾ പാടുന്നതാണ് മെലഡിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെ മെലഡിയസിനെ പറ്റി അല്ല, ശ്രേയയെ പറ്റിയല്ല പറയണത്. ഫംഗ്ഷനെ പറ്റിയാണോ പറയണത്? ഫംഗ്ഷൻ മെലഡിയസ്ലി ആയിരുന്നു എന്നാണോ പറയണത്? അല്ല. സോ അതും തെറ്റാണ്. അപ്പോൾ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അത് സാങ് എന്നുള്ളതിനെ പറ്റി പറയാന്നുള്ളതാണ്. സാങ് വെർബാണ്, അതുകൊണ്ട് മെലഡിയസ്ലി ഒരു അഡ്വേർബ് ആണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അഡ്വേർബുകൾ പൊതുവെ ഒരു 98% കേസുകളിലും LYയിലാണ് അവസാനിക്കുക. അഡ്വേർബ്സ് പൊതുവെ ഒരു 98% കേസുകളിലും LYയിലാണ് അവസാനിക്കുക. സോ അങ്ങനെ നോക്കുമ്പോഴും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഡാഷ് 6 o'clock. നമുക്ക് ഓരോ ടെൻസിനും ഓരോ സിഗ്നൽ വേർഡുകളുണ്ട്. ഇവിടെ ഹാസ് ബീൻ വെയിറ്റിംഗ്. ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിലറി വെർബാണ്. എന്തിനെ കാണിക്കുന്ന ഓക്സിലറി വെർബാ? പ്രസന്റിനെ കാണിക്കുന്ന ഓക്സിലറി വെർബാണ്. ബീൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റിനെയാണ് കാണിക്കുന്നത്. ING എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസിനാണ് കാണിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇതെന്തായി? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയില്ലേ? ഇങ്ങനെ വേണം ടെൻസ് കണ്ടുപിടിക്കാൻ. ഹാസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആണ്, ബീൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, ING എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ അതിനകത്ത് കുറച്ച് സിഗ്നൽ വേർഡ്സ് ഉണ്ട്. ആ സിഗ്നൽ വേർഡാണ് സിൻസും ഫോറും. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സമയം മുതൽ എന്ന മീനിങ് കാണിക്കാനും ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 6 മണി മുതൽ, രാവിലെ മുതൽ, വൈകുന്നേരം മുതൽ, ഇന്നലെ മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മുതൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയണത് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ എന്താകും? സിൻസ് ആകും. അപ്പൊ ഇവിടെ 6 മണി മുതൽ എന്ന മീനിങ്ങിൽ വരുമ്പോൾ ഇവിടെ സിൻസ് 6 o'clock എന്ന് വരും. 4 ആണെങ്കിലോ ഫോർ 2 hours, 2 മണിക്കൂറായിട്ട്, 5 ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട്, അങ്ങനെ ഒരു ടൈം പീരീഡ് നമ്പർ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? 4 ഉപയോഗിക്കും. സിൻസ് ഒരു സമയം മുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 6 മണി മുതൽ എന്നല്ലേ പറയുന്നേ? സോ അതുകൊണ്ട് സിൻസ് ആണ് വരുക. ഓക്കെ, പകരം ഇവിടെ മാറിയിട്ട് 6 hours എന്നാണെങ്കിലോ 4 കൊടുക്കായിരുന്നു. ഇവിടെ 6 മണി മുതൽ 6 o'clock ആയതുകൊണ്ട് സിൻസും, 6 hours ആണെങ്കിൽ 4ഉം വരും. ക്ലിയർ ആണോ?
അടുത്ത ക്വസ്റ്റ്യൻ. The principal has invited all of dash for a dinner tonight. The principal has invited all of dash for a dinner tonight. നമ്മൾ all of us എന്നാണ് പറയാ. all of us, some of us എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുക. we എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പം we made a cake, she made a cake, they made a cake അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? വിയും ദയും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ അസ് നമ്മൾ അങ്ങനെയല്ല ഉപയോഗിക്കുക. അസ് ഇങ്ങനത്തെ കേസുകളിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? അസ് യൂസ് ചെയ്യുന്നത്. അസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഇവിടെ എന്ത് വരണം? ഓൾ ഓഫ് അസ് ആണ് വരുക. സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ്, അതായത് ഒരു സെന്റൻസിൽ ചെയ്യുന്ന പ്രവൃത്തി അയാളാണെങ്കിൽ, അതായത് വി ആണ് ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വി ഉപയോഗിക്കും. അതേ സമയത്ത് ദൈ ആണ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈ ഉപയോഗിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇൻവൈറ്റഡ് ഓൾ ഓഫ് അസ് ആണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നേക്കണേ. സോ ഒബ്ജക്റ്റീവ് പ്രോണോൺ ആണ് അസ്, അതുകൊണ്ട് അസ് ആണ് വരുക. ഇനി ദൈ എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് പ്രോണോൺ എന്ത് വരും? ദം ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ആയേനെ. ഇവിടെ ഇപ്പൊ ദൈ അല്ലേ, ദൈ സബ്ജക്റ്റ് ആയിട്ട് വരും, ദം ഒബ്ജക്റ്റ് ആയിട്ട് വരും. അങ്ങനെയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് ദ ഗിവൺ വേർഡ്. തന്നിട്ടുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. കൺഫ്രണ്ട് എന്നുള്ളതിന്റെ മീനിങ് എന്താ? കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുക എന്നുള്ള മീനിങ് ആണ് കൺഫ്രണ്ട് എന്ന് പറയാം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയാണ്. ഒപ്പോസ് എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നുള്ള മീനിങ് ആ. ഇവൈറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്നുള്ള മീനിങ് ആണ്. റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നുള്ള മീനിങ് ആ. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ കൺഫ്രണ്ടിന്റെ ഏകദേശം സിമിലർ മീനിങ് ആണ് ചലഞ്ചിനും ഒപ്പോസിനും റെസിസ്റ്റിനും ഒക്കെ വരുന്നത്. അതേ സമയത്ത് കോൺഫ്രണ്ടിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് എന്തിനു വരുന്നത്? ഇവൈഡിന് വരുന്നത്. സോ ഇവിടെ ഓപ്പോസിറ്റ് മീനിങ് ആ ചോദിക്കുന്നത്. കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുക എന്നാണ്. അതേ സെയിം മീനിങ് ആണ്, ഏകദേശം സെയിം മീനിങ് ആണ് ചലഞ്ചിനും ഒപ്പോസിനും റെസിസ്റ്റിനും വരുന്നത്. ഇവൈഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്നുള്ള മീനിങ് ആ. ഒരു വേർഡിന് പല അർത്ഥങ്ങളുണ്ട്. ഇവൈഡിന് ഒഴിഞ്ഞു മാറാന്ന് മാത്രമല്ല, ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. ഇതിൽ സെയിം മീനിങ് ഉള്ള വേർഡ്. സിനോണിം മീൻസ് സിൻ, സെയിം എന്ന് ആലോചിക്കുക. ആന്റോ, ആന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ്. എങ്ങനെ ആലോചിക്കാം? ആന്റോ എന്ന് പറഞ്ഞാൽ ആന്റി ആണ്. ആന്റി മീൻസ് എഗെയിൻസ്റ്റ് അല്ലേ? ആന്റിബയോട്ടിക്സ്, ആന്റി വൈറൽ ഡ്രഗ്സ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അതനുസരിച്ച് ആന്റോ ആണ് വരുക. സോ ആന്റി ആണ് വരേണ്ടത്. അപ്പൊ ആന്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്, സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? എമിനന്റ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ, അതായത് ഭയങ്കര നല്ലത്, ഗുഡ് വൺ എന്നുള്ള മീനിങ് ആണ് എന്തിന് വരുന്നത്? എമിനന്റിന് വരുന്നത്. അപ്പൊ അനോണിമസിന്റെ മീനിങ് എന്താ? പേരറിയാത്ത, അനോണിമസ് ഫോൺ കോൾ എന്നൊക്കെ പറയാറില്ലേ? അജ്ഞാതൻ, പേരറിയാത്ത എന്നൊക്കെയുള്ള മീനിങ്. ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ എന്നുള്ള മീനിങ് ആ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാലും വേഗ് എന്ന് പറഞ്ഞാലും വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ അവ്യക്തമായ എന്നുള്ള മീനിങ് ആണ്. ഐ ഗോട്ട് എൻ ഒബ്സ്ക്യൂർ ഐഡിയ, എനിക്ക് അത്ര കൃത്യമല്ലാത്ത, ഒരു വ്യക്തമല്ലാത്ത ഒരു ഐഡിയ കിട്ടി. ഐ ഗോട്ട് എ വേഗ് ഐഡിയ, ഐ ഗോട്ട് എ വേഗ് പിക്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ വേഗിന്റെയും ഒബ്സ്ക്യൂറിന്റെ ഒക്കെ മീനിങ് എന്താ വരുന്നത്? വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ അവ്യക്തമായ എന്നുള്ള മീനിങ് ആണ്. രണ്ട് പുതിയ വേർഡ്സ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തമായ എന്നുള്ള മീനിങ്, അതായത് എടുത്തു നിൽക്കുന്ന, ശ്രേഷ്ഠമായ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതേ സെയിം മീനിങ് എമിനന്റിന് വരുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്വിഷ്ഡും എമിനന്റും സെയിം മീനിങ് ഉള്ള വേർഡാണ്. സിമിലർ മീനിങ് ഉള്ള വേർഡാണ് കേട്ടോ. കറക്റ്റ് സെയിം മീനിങ് ആവണമെന്നില്ല. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ടെമ്പററി ആണ്, പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ ആണല്ലേ? എക്സാം ഹാളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കുഴഞ്ഞത് തന്നെ. അപ്പൊ ടെമ്പററിയുടെ സ്പെല്ലിംഗ് ഇതാണ്. ടെമ്പോ. ടെമ്പോ എന്നുള്ള സാധനം, ടെമ്പോ ഇല്ലേ നമ്മുടെ വാൻ, ടെമ്പോ വാന് അത്ര പെർമനന്റ് അല്ല, എന്ന് വെച്ചാൽ അത് അങ്ങനെ സ്ഥിരമായിട്ടുള്ളതല്ല എന്ന് ആലോചിച്ചാൽ മതി. സോ ടെമ്പററി മീൻസ് സ്ഥിരമല്ലാത്തത്. സ്പെല്ലിംഗ് ഇതാണ്, TEMPORARY. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ അനദർ പേഴ്സൺ. ശ്രദ്ധിക്കണം, ഇവിടെ ലൈഫ് ഹിസ്റ്ററി ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ അനദർ പേഴ്സൺ. ഒരാളുടെ ജീവചരിത്രം വേറൊരാൾ എഴുതുവാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? ബയോഗ്രഫി എന്ന് പറയും. അപ്പൊ ഓട്ടോബയോഗ്രഫി എന്താ? ആത്മകഥയാണ്. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ജീവചരിത്രം എഴുതുവാണെങ്കിൽ അത് ഓട്ടോബയോഗ്രഫി. ഒരാളുടെ ഹിസ്റ്ററി അയാൾ തന്നെ എഴുതുവാണെങ്കിൽ അത് ഓട്ടോബയോഗ്രഫി.
വേറൊരാൾ എഴുതുവാണെങ്കിൽ അത് ബയോഗ്രഫി. ഇനി ഫിക്ഷൻ എന്താണ്? ഫിക്ഷൻ മീൻസ് കെട്ടുകഥയാണ്, അഥവാ സാങ്കല്പിക കഥാപാത്രങ്ങളൊക്കെയുള്ള സങ്കല്പങ്ങളുള്ള കഥകളാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. നോവൽ മീൻസ് അറിയാലോ എല്ലാവർക്കും, മലയാളത്തിൽ നോവൽ തന്നെയല്ലേ പറയണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. ഇതിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ ആണ് ചോദിക്കുന്നത്. മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിനെ എന്തെന്ന് പറയും? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. അപ്പോൾ ഇവിടെ മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിനെ ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഗാങ് എന്തിൻ്റെയാ പറയാറ്? റോബേഴ്സ് അല്ലെങ്കിൽ കള്ളന്മാരുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗാങ് എന്ന് വിളിക്കാം. വൂൾഫ്സ്, ചെന്നായ്ക്കളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പാക്ക് എന്ന് പറയാം. ടീം നമ്മൾ എന്തിനും പറയാം, ടീം സ്റ്റുഡൻസ് പറയാം, ഓഫീസേഴ്സ് ഒക്കെ പറയാം. അപ്പോൾ ഓഫീസേഴ്സ് ആണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ടീം എന്തിനെ പറയാം? ഓഫീസേഴ്സിന്റെ ഗ്രൂപ്പിന് ടീം എന്ന് പറയും. ഇനി ബാൻഡാണ് നമ്മൾ മ്യൂസീഷ്യൻസിന്റെ പറയാറ് അല്ലേ. അത് നമ്മൾ പൊതുവെ മലയാളികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കുഴപ്പമില്ല അല്ലേ. പല ബാൻഡുകളുടെയും പേരുകൾ നമുക്ക് അറിയാവുന്ന. അപ്പം മ്യൂസീഷ്യൻസിന്റെ അഥവാ വാദ്യോപകരണങ്ങൾ പാട്ട് പാടുന്ന മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബാൻഡ് എന്ന്. ഇനി ഷീ ഡാഷ് ഹെർ ഫാദർ ഇൻ ഹെർ ടാലൻസ് ഇൻ മ്യൂസിക്. മ്യൂസിക്കിലുള്ള അവളുടെ കഴിവില് അവൾ അവളുടെ അച്ഛനെ എന്തോ ചെയ്യുന്നു. ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ് എന്നുള്ള മീനിങ്. ഓക്കെ, ടേക്സ് ആഫ്റ്റർ മീൻസ് റിസംബിൾ ചെയ്യുക അഥവാ ഒരുപോലെ ഇരിക്കുക എന്നുള്ള മീനിങ്. ടേക്സ് ഓഫ് അഥവാ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർച്ചർ ചെയ്യുക. അങ്ങനെ ഒരു സിനിമയുടെ പേര് തന്നെ ഉണ്ടല്ലോ അല്ലേ, അപ്പൊ അറിയാമായിരിക്കുമല്ലോ, ടേക്സ് ഓഫ്. ബ്രിങ് അപ്പ് അല്ലെങ്കിൽ ബ്രോട്ട് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ വളർത്തുക. ഇപ്പൊ എന്താ എന്ന് പറയാ, ഗ്രോ സമ്മൺ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ വളർത്ത. ഷീ വാസ് ബോൺ ആൻഡ് ബോട്ട് അപ്പ് നമ്മൾ പറയാറില്ലേ. അപ്പൊ അവിടെ എന്താ വരുന്നത്? ഒരാൾ വളർന്നത് എന്നുള്ള മീനിങ്, ഒരാളെ വളർത്തിക്കൊണ്ടുവരിക, എഡ്യൂക്കേറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ് ബ്രിങ് അപ്പിന് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അവളുടെ അച്ഛനെ റിസംബിൾ ചെയ്യുന്നതാണോ അതോ അവളുടെ ടാലൻസിൽ അവളുടെ അച്ഛനെ ടേക്ക് കെയർ ചെയ്യുന്നതാണോ? അല്ല, ഇവിടെ കറക്റ്റ് മീനിങ് വരുന്ന റിസംബിൾ ചെയ്യാന്നാ. എന്ന് വെച്ചാൽ അവളുടെ മ്യൂസിക്കിലുള്ള ടാലൻസിൽ അവളുടെ അച്ഛനെ പോലെയാണ് എന്ന് പറയണേ. അപ്പൊ ടേക്സ് ആഫ്റ്റർ അവരെ എന്തുകൊണ്ടാ? റിസംബിൾ ചെയ്യാന്നുള്ള മീനിങ്. ടാലൻസിന്റെ കാര്യം പറയുന്നേ. അവളുടെ ടാലൻസ് എന്തില്? അച്ഛനുമായിട്ട് സിമിലറാ. സോ ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ ഫാദർ ഇൻ ഹെർ ടാലൻസ് ഇൻ മ്യൂസിക് എന്നാണ് വരുക. ഓക്കെ, ഇനി പ്ലീസ് ഡോണ്ട് ഡാഷ് എനി റിവാർഡ് ഫ്രം ദി കമ്പനി. ഇവിടെ പറയുന്നത് കമ്പനിയിൽ നിന്ന് ഒരു റിവാർഡും എന്തോ ചെയ്യരുതെന്നാ പറയണേ. എക്സെപ്റ്റ് മീൻസ് ഒഴികെ എന്നുള്ള മീനിങ്ങാ, അത് കൂടാതെ അല്ലെങ്കിൽ അത് ഒഴിച്ചു നിർത്തിയാൽ എന്നുള്ള മീനിങ്ങാ. ഇവിടെ അതല്ല വരുന്നത്. എക്സസ് മീൻസ് അളവിൽ കൂടുതൽ. അപ്പം പ്ലീസ് ഡോണ്ട് ഒരു കാരണവശാലും അളവിൽ കൂടുതൽ ഒരു റിവാർഡെന്നേ പറയുന്നുള്ളൂ. സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല, ഇവിടെ ഒരു വെർബ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. എക്സസ് ശരിയായിട്ട് വരായിരുന്നു. പ്ലീസ് ഡോണ്ട് ആക്സെപ്റ്റ് അല്ലെങ്കിൽ എക്സ്പെക്ട് എക്സസ് എന്നാണെങ്കിൽ ശരിയായനെ. ഇവിടെ എക്സസ് മീൻസ് അളവിൽ കൂടുതൽ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അവിടെ വെർബ് ഇല്ലാതായിപ്പോയി. സോ ഇത് തെറ്റാ, ഇതും വരത്തില്ല. ഇനി എക്സ്പെക്ട് ആണെങ്കിൽ പ്രതീക്ഷിക്കുക എന്നുള്ള മീനിങ്. അപ്പൊ ഇവിടെ പറയണ കറക്റ്റാ. ഒരു കാരണവശാലും കമ്പനിയിൽ നിന്ന് ഒരു റിവാർഡും പ്രതീക്ഷിക്കരുത്. സോ എക്സ്പെക്ട് ആണ് വരിക. എന്താ എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിക്കുക. അപ്പൊ ഒരു കാരണവശാലും ആരിൽ നിന്നും ഒരു കമ്പനിയിൽ നിന്നും ഒരു റിവാർഡ് പ്രതീക്ഷിക്കരുത്. എവർ മീൻസ് എന്നേക്കും, എപ്പോഴത്തേക്കുമായിട്ട്. അപ്പൊ ഇവിടെ എന്നേക്കും ഉപയോഗിക്കായിരുന്നു, പക്ഷെ അവിടെ വെർബ് ഇല്ലാതായിപ്പോയി. ഇതിനൊന്നും വെർബ് ഇല്ലാത്തതുകൊണ്ട് തെറ്റിപ്പോയി. പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു വെർബാണ്. എക്സ്പെക്ട് എന്ന് പറഞ്ഞ ഒരു വെർബാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് എ ബോൺ ഓഫ് കൺടെൻഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് നിന്ന് മീനിങ് കണ്ടുപിടിക്കണം. എന്തിന്റെ മീനിങ്? എ ബോൺ ഓഫ് കൺടെൻഷൻ എന്നുള്ള മീനിങ്. ഈ ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇഷ്യൂ ഓവർ വിച്ച് ദർ ഇസ് എ കണ്ടിന്യൂസ് ഡിസഗ്രിമെന്റ്. നമ്മൾ പറയാറില്ലേ, എന്താ പറയാ, എ ബോൺ ഓഫ് കൺടെൻഷൻ എന്ന് മലയാളത്തിൽ ഇപ്പോൾ പറയുമ്പോൾ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. അത് അവർ സെന്റൻസ് ആക്കി പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു ഇഷ്യൂ, അതിന് സ്ഥിരമായിട്ട് എല്ലാവരുടെ അടുത്തും ഡിസഗ്രിമെന്റ്, ആർക്കും താല്പര്യമില്ലാത്ത ഒരു ഇഷ്യൂ, എല്ലാവർക്കും അതിനോട് ഒരു ഇഷ്യൂ, അതിന് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്യൂ, അതിനെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു വിവാദ വിഷയമായ ഒരു ഇഷ്യൂ. അതാണ് കറക്റ്റ് മീനിങ് പറഞ്ഞത്. വിവാദ വിഷയമായ ഒരു ഇഷ്യൂ എന്നുള്ള മീനിങ്. ഇനി ഇതിലേതാണ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്തതെന്നാണ് ചോദ്യം.
കോമ്പൗണ്ട് വേർഡ് എന്തായിരുന്നു? ഒരു വേർഡിനെ പിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ഭാഗത്തിനും രണ്ട് ഡിഫറെന്റ് മീനിങ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. എങ്ങനെ? ഒരു വേർഡിനെ രണ്ടായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ഭാഗത്തിനും രണ്ട് ഡിഫറെന്റ് അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊത്തം വേർഡിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ചീസ് കേക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ ചീസിന്റെ പ്രത്യേക അർത്ഥമുണ്ട്, കേക്കിന് പ്രത്യേക അർത്ഥമുണ്ട്. സോ ഇത് കോമ്പൗണ്ട് വേർഡ് ആണ്. ഇനി വാട്ടർ മെലൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എന്നുള്ളതിനും അർത്ഥമുണ്ട്, മെലൻ എന്നുള്ളതിനും അർത്ഥമുണ്ട്. സോ ഇതും കോമ്പൗണ്ട് വേർഡ് ആണ്. സ്ട്രോബെറീസ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോ എന്ന് പറയുന്നതിന് മീനിങ് ഉണ്ട്, ബെറീസ് എന്ന് പറയുന്നതിന് മീനിങ് ഉണ്ട്. സോ അതും കറക്റ്റാ. കുക്കുംബർ എവിടെ വെച്ച് മുറിക്കും? കൂ വെച്ച് മുറിക്കുമോ അതോ കുക്കു വെച്ച് മുറിക്കുമോ? എന്തായാലും മീനിങ് വരത്തില്ല. സോ അതുകൊണ്ട് കുക്കുംബർ ആണ് എന്ത്? കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത്. ബാക്കിയെല്ലാം കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അടുത്തത് the staff of this office are extremely good, intelligent and dash. എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ the staff of this office are extremely good, intelligent and competent എന്നാ വരുക. Competent means സമർത്ഥനാണെന്ന്. കോമ്പാക്ട് മീൻസ് ഒതുക്കമുള്ള. ഇപ്പൊ കോമ്പാക്ട് ബാഗ് എന്നോ കോമ്പാക്ട് പേഴ്സ് എന്നോ നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. അത് ഒരു കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒതുക്കമുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ക്വാളിറ്റിയാണ് നമുക്കിവിടെ വേണ്ടേ. സ്റ്റാഫിന്റെ ക്വാളിറ്റി ഗുഡ് ആണ്, ഇന്റലിജന്റ് ആണ്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ക്വാളിറ്റി വരണം. കമ്പോണന്റ് മീൻസ് ഘടകം, ഘടകമായ എന്നുള്ള മീനിങ്. ഒരു കമ്പോണന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റാഫിനെ പറ്റി പറയുക. സോ സ്റ്റാഫിനെ പറ്റി പോലിപ്പിച്ച് എന്തെങ്കിലും പറയണം. സമർത്ഥരാണ് എന്ന് പറയാം, അത് കറക്റ്റ് ആണ്. പൂർണ്ണമാണെന്ന് പറയോ? ഇല്ല. കംപ്ലീറ്റ് ബുക്ക്, കംപ്ലീറ്റ് പെൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കംപ്ലീറ്റ് സ്റ്റാഫ് എന്ന് പറയാറില്ല. അതുകൊണ്ട് തെറ്റാണ്. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ സി കോമ്പീറ്റന്റ് ആണ്. അപ്പൊ ദ സ്റ്റാഫ് ഓഫ് ദിസ് ഓഫീസ് ആർ എക്സ്ട്രീംലി ഗുഡ്, ഇന്റലിജന്റ് ആൻഡ് കോമ്പീറ്റന്റ് എന്നാണ് വരുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സും മുകളിൽ ഐ ബട്ടണും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേരെ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ ബൈ ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ടാറ്റാ.